ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മളിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BCA BSc ഇലക്ട്രോണിക്സ് കുട്ടികളുടെ ഗദ്യ തരംഗ് എന്ന ടെക്സ്റ്റിലെ യാത്രാ കാ റൊമാൻസ് എന്ന ആ ഒരു ട്രാവലോഗ്, യാത്രാ വൃത്താന്ത്, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യാത്രാ കാ റൊമാൻസ് അല്പം ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു ചാപ്റ്ററാണ്, ഐ അഡ്മിറ്റ്. എന്നിരുന്നാലും നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണ്ട. എന്താണ് അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്? ഏതൊരു എക്സാമിനറിനും ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങൾക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം അത് വെറും ഒരു ട്രാവലോഗാണ്, യാത്രാ അനുഭവമാണ്. ചില കാര്യങ്ങളെ അതിൽ പറയുന്നുള്ളൂ. ഒരു ട്രാവലർ എങ്ങനെയാണ്, അയാളുടെ ചിന്താഗതി എന്താണ്, അയാളുടെ അനുഭവങ്ങൾ. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിൽ യാത്രാ കാ റൊമാൻസ് കാ രചനാകാർ കോൻ ഹെ, വഹ കിസ് വിധാ കി രചന ഹെ, രചനാക്കാർ ആരാണെന്നുള്ളത് ഈ 4 ചാപ്റ്ററിലെയും, ഈ ടെക്സ്റ്റിലെ 4 ചാപ്റ്ററിൻ്റെയും നിങ്ങളുടെ മറ്റ് ടെക്സ്റ്റ് കാൽജി ഏകാങ്കിലെയും ചാപ്റ്റേഴ്സിൻ്റെ ഓതേഴ്സിൻ്റെ പേര് പഠിച്ചു വെക്കണം. ഇതിൻ്റെ രചനാക്കാർ മോഹൻ രാകേഷ് ആണ്. യഹ കിസ് വിധാ കി രചന ഹെ, വിധ എന്ന് വെച്ചാൽ ഇത് സ്റ്റോറിയാണോ, നോവലാണോ, നാടകമാണോ, ആത്മകഥയാണോ, അത്രയാണ് ഉദ്ദേശിക്കുന്ന വിധ കൊണ്ട്. അപ്പോൾ ഇതൊരു യാത്രാ വൃത്താന്തമാണ്. ഓക്കെ. ലേഖക് के अनुसार സച്ചാ യായാവർ കോൻ ഹെ. യായാവർ എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ളവർ. നമ്മളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് മനസ്സിനൊരു പോകണമല്ലോ എന്നുള്ള ചിന്ത വരുന്നവരാണ്. പക്ഷേ യായാവർ എന്ന് വെച്ചാൽ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാൻ ആഗ്രഹമുള്ളവർ. അപ്പോൾ ലേഖക് के अनुसार മോഹൻ രാകേഷിൻ്റെ അഭിപ്രായത്തിൽ സച്ചാ യായാവർ കോൻ ഹെ. ലേഖക് के अनुसार സച്ചാ യായാവർ अपनी मंजिल पहले से तय नहीं करता. अपनी मंजिल എവിടെയാണോ ലക്ഷ്യസ്ഥാനം അത് ആദ്യമേ ഡിസൈഡ് ചെയ്യില്ല. തയ കർണ മീൻസ് ടു ഡിസൈഡ്. തയ നഹി കർത്താ ഹെ എന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യില്ല. അപ്പോൾ സച്ചായായവർ अपनी मंजिल पहले से तय नहीं करता. उसका एकमात्र लक्ष्य होता है अपने मन की तरंगों के अनुसार चलते चलना. അവൻ്റെ ഏക ലക്ഷ്യം എന്താണ്? അപ്നെ മൻ കി തരംഗോം കെ അനുസാർ, തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച്, തൻ്റെ മനസ്സിന് എവിടെ പോകാൻ ആഗ്രഹം തോന്നുന്നു അങ്ങോട്ടൊരു ഒഴുക്ക് പോലെ അങ്ങ് യാത്ര ചെയ്യുക. ഗതി കാ ഹർ ക്ഷൺ ഉസേ രോമാഞ്ചിത് കർത്താ ഹെ. ഗതി എന്ന് വെച്ചാൽ ട്രാവൽ, യാത്ര, ആ ഒരു ചലനത്തിൻ്റെ ഓരോ നിമിഷവും ഈ യായാവർ പ്രവൃത്തിയുള്ളവരെ രോമാഞ്ചിത്താക്കും. അവർക്ക് വളരെ രോമാഞ്ചമാണ്. യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം, ഒരു ക്ഷീണവും ഇല്ല. यात्रा की थकान और बाधाओं से उसे सुख मिलता है. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്ഷീണമോ, थकान എന്ന് വെച്ചാൽ ക്ഷീണം, ടയേർഡായിട്ട് തോന്നുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും അവർക്കതിലൊരു സുഖമാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ള വ്യക്തികളാണ് സച്ചാ യായാവർ. എന്തൊക്കെയാണ്? അപ്നി മൻസിൽ പെഹലെ സെ തയ് നഹി കർത്ത. എവിടെയാണോ ലക്ഷ്യസ്ഥാനം അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് അല്ല ഒരു ടൂറിന് പോകുന്നത്. അതുപോലെ തന്നെ മനസ്സിന് എന്താഗ്രഹം തോന്നുന്നോ അങ്ങോട്ടങ്ങ് പോയിക്കൊണ്ടേയിരിക്കുക. അവരെ ഗതി കാ ഹർ ക്ഷൺ, ആ ചലനത്തിൻ്റെ ഓരോ നിമിഷവും അവരെ രോമാഞ്ചഭരിതരാക്കുന്നു. അതുപോലെ ആ യാത്രയിലുള്ള ക്ഷീണം അവരെ ബാധിക്കുന്നേ ഇല്ല. ആ യാത്രയിലുള്ള തടസ്സങ്ങളും അവരെ ബാധിക്കുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോഹൻ രാകേഷ് കി കിൻഹി 2 രചനാओं के नाम लिखिए. മോഹൻ രാകേഷിന് ഏതെങ്കിലും 2 രചനകളുടെ പേരെഴുതുക. അപ്പോൾ മോഹൻ രാകേഷ് ബേസിക്കലി ഒരു ഡ്രമാറ്റിസ്റ്റ് ആയിരുന്നു, വലിയ നാടകക്കാരനായിരുന്നു, വലിയ പ്ലേ റൈറ്റ് ആയിരുന്നു, ഡ്രാമ എഴുതുന്ന ആളായിരുന്നു. നാടകങ്ങൾ വളരെ ഫേമസ് ആണ് അദ്ദേഹത്തിൻ്റെ നാടകം. ആഷാഢ് കാ ഏക് ദിൻ, അതുപോലെ ആധേ അധൂരെ, ഇത് രണ്ടും മോഹൻ രാകേഷിന് ഫേമസ് നാടകങ്ങളാണ്. ഈ ആഷാഢ് കാ ഏക് ദിനിൽ അദ്ദേഹത്തിന് സംഗീത് നാടക് അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആക്ച്വലി നിങ്ങളുടെ ടെക്സ്റ്റിൽ, നിങ്ങളുടെ ഓതർ ഡിസ്ക്രിപ്ഷനിൽ മോഹൻ രാകേഷ് കി സമ്പൂർണ്ണ കഹാനിയ എന്ന് പറഞ്ഞാണ് ഒരു രചന തന്നിരിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ ആഷാഢ് കാ ഏക് ദിൻ, ആധേ അധൂരെ, പിന്നെ ലഹറോം കെ രാജഹംസ്. നിങ്ങൾ ഇത് 2 എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാണ്ടർ ലസ്റ്റ് സെ ലേഖക കാ ക്യാ മത്ലബ് ഹെ. വാണ്ടർ ലസ്റ്റ് എന്നുള്ളൊരു ഇംഗ്ലീഷ് വേർഡ് അദ്ദേഹം ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? വഹ വൃത്തി जो यायावर को एक जगह से दूसरी जगह ले चलती है. വാണ്ടർലസ് എന്ന് വെച്ചാൽ ആ വൃത്തി എന്ന് വെച്ചാൽ ആ ഒരു സ്വഭാവം, മനുഷ്യനെ, യായാവറിനെ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റേ സ്ഥലത്തേക്ക്
താനേ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ വാണ്ടർലസ്റ്റ് എന്ന് പറയുന്നത്. ജഹാ വഹ ഹോ വഹാ സെ അന്യത്രക്കോ ചലനെ കെ ലിയെ വിവശ് കർത്താ ഹെ വാണ്ടർലസ്റ്റ്. അവൻ എവിടെയാണോ അവിടുന്ന് വേറെ എവിടോട്ടേലും പോകാൻ അവനെ പ്രേരിപ്പിക്കുന്ന, വിവശനാക്കുന്ന, അതാണ് വാണ്ടർലസ്റ്റ്. ജിസ്കി വജഹ സെ ഹർ നയാ രാസ്ത ഉസേ അച്ഛാ ലഗ്താ ഹെ. ഈ വാണ്ടർലസ്റ്റ് കാരണം എല്ലാ പുതിയ വഴികളും, അവൻ കാണാത്ത എല്ലാ വഴികളും അവന് ഇഷ്ടപ്പെടും, അതിനോടൊരു പ്രത്യേക സ്നേഹം തോന്നും. ജിസ് രാസ്തേ സെ ഗുസർ ജായേ ഉസ് രാസ്തേ സെ ദൂസരി ബാർ ജാനേ കാ മൻ നഹീ ഹോത്താ. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരിക്കൽ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഈ വാണ്ടർലസ്റ്റ് ഉള്ളവർക്ക് പിന്നെയും ആ വഴി തന്നെ പോകുന്നതിനോട് താല്പര്യമില്ല, പുതിയ വഴികൾ കാണണം. അതാണ് വാണ്ടർലസ്റ്റ്. എന്തൊക്കെയാണ്? ജോ യായാവർ കോ ഏക് ജഗഹ സെ ദൂസരി ജഗഹ ലേ ചലേ, ജഹാ വഹ ഹോ വഹാ സെ അന്യത്ര കോ ചലനെ കെ ലിയെ വിവശ് കരെ. വിവശ് കർന്നാന്ന് വെച്ചാൽ എന്താണ്? അങ്ങ് പ്രേരിപ്പിക്കുക, യാത്ര പോകാൻ അങ്ങ് മനുഷ്യനെ അങ്ങ് വെമ്പൽ കൊള്ളിക്കുക, അതാണ് വാണ്ടർലസ്റ്റ്. പുതിയ സ്ഥലങ്ങൾ കാണുക, പഴയത് കാണാതിരിക്കുക, ഒരിക്കൽ പോയ വഴികൾ പിന്നെ പോകാൻ താല്പര്യമില്ല, ഇതൊക്കെയാണ് വാണ്ടർലസ്റ്റ്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ 5 മാർക്സ് ക്വസ്റ്റ്യനിൽ പഠിत यात्रा वृत्तांत के आधार पर लेखक को यात्रा के बीच हुई कठिनाइयों का संक्षिप्त परिचय दीजिए. അപ്പോൾ ഇതിൽ അദ്ദേഹം ട്രാവൽ എന്തുവാണെന്ന് പറയുന്നു, ഒരു വാണ്ടർലസ്റ്റ് എന്തുവാന്ന് പറയുന്നു, ഒരു യഥാർത്ഥ ട്രാവലർ ആരാണെന്ന് പറയുന്നു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് യാത്രകൾ ചെയ്ത അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അതിൽ കുറച്ച് കഠിനായ്യ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്, അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. കഠിനായ്യ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ, അത് അദ്ദേഹം വിശാലമായിട്ട് അതിൽ വർണ്ണിക്കുന്നുണ്ട്, അതെന്താണെന്ന്. അപ്പോൾ ഈ ഒരു പ്രൊബബിൾ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. വേറെ ഒന്നും ഈ ചാപ്റ്ററിൽ ഇല്ല. വലിച്ചു വാരിയാണ് ഈ ചാപ്റ്റർ കിടക്കുന്നെങ്കിലും ഇതിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യം ഇതേ ഉള്ളൂ, ആ യാത്രയിലെ അനുഭവം, അതിലെ പ്രയാസങ്ങൾ അതെന്താണ്. മോഹൻ രാകേഷ് ജി കാ യാത്രാ വൃത്താന്ത് യാത്രാ കാ റൊമാൻസ് മേ ഉन्होंने अपनी रोमांचकारी यात्रा के बीच हुई കई കഠിനായിയോं കാ വർണ്ണൻ കിയാ ഹെ. ഫസ്റ്റ് സെൻറ്റൻസ് ഇങ്ങനെ സിമ്പിൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. മോഹൻ രാകേഷിൻ്റെ യാത്രാ വൃത്താന്തത്തിൽ അദ്ദേഹം വളരെ റോമാഞ്ചകാരിയായിട്ട്, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള, റോമാഞ്ചകാരി എന്ന് വെച്ചാൽ ത്രില്ലിംഗ്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അനുഭവപ്പെട്ട കുറച്ച് ബുദ്ധിമുട്ടുകളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഖാസ്കർ जब वे कोल्हाई ग्लेशियर की यात्रा पर गए थे. कोल्हाई ग्लेशियर, ഗ്ലേഷ്യർ എന്ന് വെച്ചാൽ ഐസ്, മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുന്ന മലപ്രദേശമാണ്. അപ്പോൾ അതിലൂടെയുള്ള ട്രാവൽ എന്ന് പറയുമ്പോൾ എത്ര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആ ഒരു അനുഭവം അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. രാസ്ത ബീഹഡ് ഓർ ഊബഡ് ഖാബഡ് ഥാ. ബീഹഡ് എന്ന് വെച്ചാൽ വളരെ ഡെൻസ്, ഊബഡ് ഖാബഡ് പൊങ്ങിയും താങ്ങിയും ഏത് നിമിഷവും തെന്നി വീഴുന്ന രീതിയിലുള്ള മലപ്രദേശമായിരുന്നു. പഹാഡ് കി ചോട്ടി പർ ചടന കാഫി മുഷ്കിൽ ഥാ. അപ്പോൾ അവിടെ ട്രെക്കിങ്ങിന് പോകാമെന്ന് വെച്ചാൽ ആ പർവ്വതത്തിൻ്റെ ചോട്ടി എന്ന് വെച്ചാൽ അതിൻ്റെ പീക്ക്, മൗണ്ടൻ പീക്ക്, ടോപ്പിൽ എത്താനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ജഗ ജഗ പാവ് ഫിസൽ ജാത്തേ ഥേ. എപ്പോഴും കാല് തെന്നിപ്പോവായിരുന്നു. മൻമേ ആശങ്ക ഥി കി ലോട്ടെ വക്ത് രാസ്ത ഭട്ടക് ജായെങ്കെ യാ നഹി. എപ്പോഴും മനസ്സിലൊരു ടെൻഷനായിരുന്നു. കാരണം ട്രക്കിങ്ങിന് പോകുമ്പോൾ നമുക്കറിയാം, നമുക്ക് എങ്ങനെയും മലമുകളിൽ എത്തണമെന്നുള്ളൊരു ആകാംക്ഷയാണ്. പക്ഷേ അപ്പോഴത്തേക്കിന് സന്ധ്യയാവും, ഇരുട്ടും. അപ്പം തിരിച്ചു വരുമ്പം പ്രോപ്പർ വഴിയൊന്നുമില്ല, എങ്ങനെയുമൊക്കെ മലയുടെ മുകളിലോട്ട് കയറുകയാണ്, അതും ഐസ് കൊണ്ട് മൂടിക്കിടക്കുന്ന മലയുടെ മുകളിൽ. തിരിച്ചു വരുമ്പം ഈ വഴി മറന്നു പോവോ, തെറ്റിപ്പോവോ, അവർ അലഞ്ഞു പോവോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അന്ധേരാ ഹോ ചലാ ഥാ ഓർ പതാ ചലാ कि जिस रास्ते से आए थे उस पर अब इतनी फिसलन हो गई है कि एक कदम भी रखना मुश्किल हो गया था. തിരിച്ചു വരാൻ നേരത്ത് അവരുടെ ഗൈഡ് പറഞ്ഞു, നമ്മൾ വന്ന വഴിയിൽ പോകാൻ ഒക്കില്ല, അവിടെ മഞ്ഞെല്ലാം കൂടെ അങ്ങ് മൂടി വളരെ സ്ലിപ്പറി ആയിട്ടിരിക്കുകയാണ്, അവിടെ കൂടെ യാത്ര ചെയ്യാനേ പറ്റില്ല. യഹ ഭി ഡർ ഥാ कि पाँव ज़रा भी इधर उधर हो जाए तो नीचे सीधे खाई पर गिर जाए. മാത്രമല്ല തിരിച്ചു വരാൻ നേരത്ത് വേറൊരു പേടി എന്താണ്, കാലങ്ങോട്ടോ ഇങ്ങോട്ടോ ആരുടെയിലും ഒന്ന് തെറ്റിപ്പോയാൽ നേരെ താഴ്വാരത്തിലേക്ക് വന്ന് വീഴും. ഖായി എന്ന് വെച്ചാൽ താഴ്വാരം, ആ മലച്ചെരുവിൻ്റെ താഴ്വാരം. പ്രാൺ ഹാത്തോ മേ റഖ് കർ ജൈസെ തൈസെ നീച്ചെ പहुँचते हैं. പ്രാൺ ഹാത്തോ മേ റഖ് കർ, ജീവൻ കയ്യിൽ വെച്ചിട്ടാണ് അവർ എങ്ങനെയെങ്കിലും താഴോട്ട് എത്തിയത്. कई चट्टानों के नीचे बर्फ़ की गुफाएं थी और गुफा के पास से निकलते हुए अगर पाँव कहीं फिसल गया
तो उसका अर्थ हुआ हमेशा के लिए उस गुफा के अंदर खो जाना. അതുപോലെ ആ കോൽഹായി ഗ്ലേഷ്യറിൽ കൈ ചട്ടാനോ കെ ബീച്ച്, ഈ മലയുടെ ഇടയ്ക്ക് തന്നെ ഐസ് കൊണ്ടുള്ള ഗുഹകളുണ്ടായിരുന്നു. കാലെങ്ങാണം തെറ്റിപ്പോയ ആ ഗുഹകളുടെ അകത്ത് പോയി വീഴും. പിന്നെ അവിടുന്ന് മഞ്ഞ് മൂടി, പിന്നെ നമ്മുടെ മരണം ഉറപ്പാണ്. അവിടുന്ന് പിന്നെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. इस प्रकार लेखक अपनी यात्रा के बीच हुई कठिनाइयों का वर्णन अपने यात्रा वृत्तांत में करते हैं. അപ്പോൾ ഇതേപോലത്തെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രാ വിവരണമാണ് അദ്ദേഹം ഈ യാത്രാ കാ റൊമാൻസിൽ മോഹൻ രാകേഷ് നടത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, यात्रा का रोमांस में लेखक ने यात्रा के अनुभव के बारे में क्या अभिव्यक्त किया है? ഇതും യാത്രയുടെ അനുഭവത്തെ പറ്റിയാണ്. ഇതും ഒരു പ്രൊബബിൾ ചോദ്യമാണ്. എന്താണ് ആ ട്രാവലിൽ ലേഖകൻ ഉദ്ദേശിക്കുന്നത്? യാത്രയുടെ അനുഭവത്തെ പറ്റി എന്താണ് അദ്ദേഹം പറയുന്നത്? यात्रा का रोमांस में लेखक ने अपनी यात्राओं का रोमांचकारी अनुभव व्यक्त किया है. वे कहते हैं कि जिस रास्ते से वे एक बार गुजर जाएं, उस रास्ते से दोबारा गुजरने का मन नहीं होता. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? ഏത് വഴിയിലൂടെ ഒരിക്കൽ യാത്ര ചെയ്തോ അവിടുന്ന് തിരിച്ചൊന്നുകൂടെ അതേ വഴി എടുക്കാൻ, അതേ വഴി സ്വീകരിക്കാൻ ഈ ട്രാവലറിന് മനസ്സ് വരുത്തേയില്ല. उन्हें हर नया रास्ता अच्छा लगता है. हर नई जगह उन्हें नया അനുഭവ പ്രദാൻ करती है. പുതിയ വഴികൾ തരുന്ന അനുഭവം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഗതി കാ ഹർ ക്ഷൺ ഉൻഹെ രോമാഞ്ചിത് കർത്താ ഹെ. ഗതി എന്ന് വെച്ചാൽ ചലനം. ചലനത്തിൻ്റെ ഓരോ നിമിഷവും, എവിടെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കുക, കിടക്കുക, അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ചലനത്തിൻ്റെ ഓരോ നിമിഷവും അദ്ദേഹത്തിന് രോമാഞ്ചകാരി അനുഭവമാണ് തരുന്നത്. अपनी पिछली यात्राओं के 2-1 ചിത്ര वे हमारे सामने भी अभिव्यक्त करते हैं. അദ്ദേഹം വളരെയധികം ട്രാവൽ ചെയ്യുന്ന, വൈഡായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു മോഹൻ രാകേഷ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ 2 യാത്രകളുടെ 2 അനുഭവങ്ങൾ ഈ ഒരു ട്രാവലോഗിലും അദ്ദേഹം പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? കൃഷ്ണസാഗർ झील और कोल्हाई ग्लेशियर का रोमांचकारी अनुभव वे व्यक्त करते हैं. കൃഷ്ണസാഗർ झीലിൽ അതൊരു മനോഹരമായ ദൃശ്യവർണ്ണനമാണ്. പക്ഷേ കോൽഹായി ഗ്ലേഷ്യറിൽ നല്ല ഐസ് മൂടിയ മലപ്രദേശത്തിൽ ട്രക്കിങ്ങിന് പോയ അനുഭവമാണ്. വളരെ ഡേഞ്ചറസ് ആയിരുന്നു, അഡ്വഞ്ചറസ് ആയിരുന്നു. इन यात्राओं में उन्हें कई कठिनाइयों का सामना ज़रूर करना पड़ा, लेकिन वे कहते हैं कि जो गुज़र चुका है वह यायावर के लिए ദൃശ്യ മാത്ര ഹെ. ഈ ട്രാവൽസ്, ഈ 2 യാത്രകളിലും അദ്ദേഹത്തിന് ഒരുപാട് കഠിനായും കാ സാമന ജറൂർ കർണാപട, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അദ്ദേഹം. പക്ഷേ വേ കഹത്തെ ഹെ ജോ ഗുസർ ചുക്കാ ഹെ വഹ യായാവർ കെ ലിയെ ദൃശ്യ മാത്ര ഹെ. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു യായാവറിനെ സംബന്ധിച്ചോളം നമ്മുടെ ലൈഫിൽ നടന്നു പോയത് വെറും ഒരു സീനാണ്, നമ്മുടെ ലൈഫിലെ ഒരു ദൃശ്യം മാത്രമാണ്. വേ അനുഭവം ഉൻകെ ലിയെ രോമാഞ്ചക് ഘട്ടന മാത്ര രഹ ജാത്താ ഹെ. അതെപ്പോഴും ഓർമ്മിക്കാനുള്ള ഒരു ദൃശ്യം, ഒരു ലൈഫിലെ ഒരു എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ പണ്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് എന്തെങ്കിലും ട്രെയിൻ ആക്സിഡൻറ്റോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വനപ്രദേശത്തോട്ടോ പോകുമ്പോൾ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ നമ്മളത് ജീവിതകാലം മുഴുവനും അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പക്ഷേ ഒരു ട്രാവലറിന്, ഒരു വാണ്ടർലെസ്സിലുള്ള ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് കഴിഞ്ഞുപോയ ദൃശ്യങ്ങളെല്ലാം വെറും ഒരു എപ്പിസോഡ് മാത്രമാണ് ലൈഫിലെ. അത് അവരെ ഒരു രീതിയിലും പുതിയ യാത്രയിലേക്ക് ഒരു തടസ്സമാവുന്ന രീതിയിൽ ബാധിക്കത്തില്ല. അല്ലെ ഒരിക്കൽ എനിക്കിങ്ങനെ സംഭവിച്ചു, ഇനി ഞാൻ മേലെ ട്രക്കിങ്ങിന് പോകത്തില്ല, അങ്ങനെയൊന്നും യായാവർ വൃത്തിയുള്ളവർ, ചിന്താഗതിയുള്ളവർ ചിന്തിക്കത്തില്ല. സോ മൂവിങ് ഓൺ ടു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ, 10 മാർക്സ് ക്വസ്റ്റ്യൻ. यात्रा के रोमांस के आधार पर यायावर की मनस्थिति का परिचय दीजिए. ഈ യാത്രാ കാ റൊമാൻസ് എന്ന ഈ ഒരു ട്രാവലോഗിനെ ബേസ് ചെയ്ത് യായാവർ കി മനസ്ഥിതി, യായാവറിനൊരു വേറെ മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ്. മനസ്ഥിതി എന്ന് വെച്ചാൽ ഒരു മാനസിക ചിന്താഗതി. നമ്മളെപ്പോലെ അല്ല, നമുക്കതൊരു പ്രാന്തായിട്ട് തോന്നും. ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് സ്ഥിരതാമസമാണ് ഇഷ്ടം, വീട് വെച്ച് പിന്നെ ഒരിടത്ത് സെറ്റിലാവുന്നതാണ് നമുക്കിഷ്ടം. പക്ഷേ യായാവറിൻ്റെ മനസ്ഥിതി വേറെയാണ്. അപ്പോൾ ഈ എസ്സേയിലൊരു പ്രത്യേകത ഉള്ളത്, നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാസേജ് മാത്രം പുതിയതായിട്ട് പഠിച്ചാൽ മതി. ബാക്കി നിങ്ങളുടെ ഈ ഷോർട്ട് ആൻസറിൽ അദ്ദേഹത്തിൻ്റെ അനുഭവവും അദ്ദേഹത്തിൻ്റെ യാത്രയിലുള്ള ബുദ്ധിമുട്ടുകളും ആ സെയിം ആൻസർ തന്നെ ഇതിലോട്ട് എഴുതിയാൽ നമ്മുടെ എസ്സേ ആയി. ഈ എസ്സേയിൽ 3 പാരഗ്രാഫ് ഉള്ളതിൽ ഫസ്റ്റ് 1 മാത്രമാണ് ഈ എസ്സേക്കായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ബാക്കി 2 നിങ്ങളുടെ ഈ ഷോർട്ട് ആൻസേഴ്സിന് പഠിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഇതൊരു യാത്രാ അനുഭവം മാത്രമാണ്.
അപ്പോൾ അത് നമുക്ക് നിങ്ങൾ ഈ ഷോർട്ട് ആൻസർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ എസ്സേ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഹോൾ ചാപ്റ്റർ പഠിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ. यात्रा का रोमांस में लेखक यायावर के जीवन एवं उनकी मनस्थिति से हमारा परिचय कराते हैं. യാത്രാ കാ റൊമാൻസ് എന്ന ട്രാവലോഗിലൂടെ, യാത്രാ വൃത്താന്തത്തിലൂടെ ഈ യായാവറിൻ്റെ ജീവിതവും അയാളുടെ മാനസികാവസ്ഥയും അത് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. യാത്ര പസന്ദ് കർനെ വാലോं की मानसिकता हमारी मानसिकता से एकदम अलग है. നമ്മുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് അല്ല ഈ യായാവറുകളുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. उसका सबसे बड़ा संतोष इस बात में है कि उसका रास्ता कभी समाप्त नहीं होता. അവരുടെ മാനസികാവസ്ഥ എന്താണ്? അവർക്ക് അവരുടെ വഴികൾ ഒരിക്കലും തീരുന്നില്ല എന്നതാണ് അവരുടെ സന്തോഷത്തിൻ്റെ ഒരു വലിയ കാര്യം. ഉസ്കാ മാനന ഹെ कि यात्रा उसे तटस्थ दृष्टि देती है. അവരുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്താണ്? യാത്രകൾ എപ്പോഴും അവരെ ഒരു തടസ്ഥ ദൃഷ്ടി തരുന്നു. തടസ്ഥ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇമ്പാർഷ്യലായിട്ട് ഒരു മുൻവിധിയില്ലാതെ എല്ലാം കാണാനുള്ള ഒരു കഴിവ് യാത്ര അവർക്ക് കൊടുക്കുന്നു. നമ്മളെല്ലാം പ്ലാൻ ചെയ്താ ടൂറിന് പോകുന്നത് ഇല്ലേ? നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യും, നമ്മൾ ബസ് ബുക്ക് ചെയ്യും, നമ്മൾ എവിടെ സ്റ്റേ ചെയ്യും, അടുത്ത ദിവസം നമ്മൾ ഫുൾ ട്രിപ്പ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർക്കതുകൊണ്ട് ഓരോ യാത്രയും തടസ്ഥ ദൃഷ്ടി ദേത്തി ഹെ. ഒരു സ്ഥലത്ത് ചെന്ന് വിടുമ്പം ഉള്ള അനുഭവം, അപ്പം അത് ഒരു മുൻവിധിയും കൂടാതെ പുതിയ വഴിയിൽ പുതിയ കാഴ്ചകൾ അവർ ഒരു മുൻവിധിയും കൂടാതെയാണ് ആസ്വദിക്കുന്നത്. ജിസെ റോസ് കെ ദ്വന്ദ്വപൂർണ്ണ ജീവൻ മേ രഹക്കർ പ്രാപ്ത് നഹീ കിയാ ജാ സക്ത. നമ്മുടെ ഡെയിലി ദ്വന്ദ്വപൂർണ്ണ ജീവൻ എന്ന് വെച്ചാൽ ടെൻഷൻ നിറഞ്ഞ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ നമുക്ക് തടസ്ഥമായിട്ടൊന്നും ചിന്തിക്കാൻ ഒക്കത്തില്ല. ലൈഫ് ആസ് ഇറ്റ് കംസ്, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നെങ്കിൽ നമ്മൾ ട്രെയിൻ ഇന്ന സമയത്ത്, നമ്മൾ ഈവൻ ട്രെയിനിനെ ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഇല്ലേ? നമ്മൾ എത്രമാത്രം കാൽക്കുലേറ്റഡ് ആണ്. നമ്മൾ ട്രെയിൻ ട്രാക്ക് ചെയ്യും, എവിടെ എത്തുന്നു, എത്ര മണിക്ക് എത്തുന്നു, അവിടുന്ന് നമ്മൾ ഓട്ടോ പിടിച്ച് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദ്വന്ദ്വപൂർണ്ണ ലൈഫിൽ, നമ്മുടെ ടെൻഷൻ നിറഞ്ഞ ജീവിതത്തിൽ നമുക്കൊരിക്കലും ഒരു യാത്രയിൽ ഇമ്പാർഷ്യലായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ओके. व्यक्ति जब अपने निजी परिस्थितियों से हटकर जीता है तभी वह उन्मुक्त भाव से अपने को नए अनुभवों के बीच खुला छोड़ सकता है. അതുകൊണ്ട് തന്നെ ലേഖകൻ പറയുന്നത്, വ്യക്തി ജബ് അപ്നെ നിജി പരിസ്ഥിതിയോ സെ ഹട്ട്കർ ജീത്താ ഹെ. നിജി പരിസ്ഥിതി എന്ന് വെച്ചാൽ പേഴ്സണൽ സിറ്റുവേഷൻ. നമ്മുടെ പേഴ്സണൽ സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ വളരെ സേഫ് സോണിലാണ് അല്ലേ? നമ്മൾ ഭയങ്കര കംഫർട്ട് സോണിലാണ്. നമ്മുടെ വീട്ടിൽ താമസിക്കുന്നു, നമ്മുടെ മുറി, നമ്മുടെ ചുറ്റുപാട്, നമുക്ക് പരിചയമുള്ള ഫാമിലി മെമ്പേഴ്സ്. പക്ഷേ ജബ് വ്യക്തി അപ്നെ നിജി പരിസ്ഥിതിയോ സെ ഹട്ട്കർ ജീത്താ ഹെ, ഈ സിറ്റുവേഷൻസിൽ നിന്ന് മാറി, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളൊന്ന് ഹോസ്റ്റലിൽ നിന്ന് നോക്കി, നിങ്ങളൊരു ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് നോക്കി, സിറ്റുവേഷൻ മാറുകയാണ്, വീട് മാറുകയാണ്, ബന്ധുക്കൾ മാറുകയാണ്, അപ്പം നിങ്ങൾക്ക് ആകെ ഒരു ഡിസ്കംഫേർട്ടാണ്. അപ്പം വ്യക്തി ജബ് അപ്നെ നിജി പരിസ്ഥിതിയോ സെ ഹട്ട്കർ ജീത്താ ഹെ തभी वह उन्मुक्त भाव से अपने को नए अनुभवों के बीच खुला छोड़ सकता है. അതുകൊണ്ടാണ് എല്ലാ സ്റ്റുഡൻറ്റിൻ്റെയും ലൈഫിൽ ഒരു വർഷമെങ്കിലും ഹോസ്റ്റൽ ലൈഫ് കമ്പൽസറി ആക്കണമെന്ന് പറയുന്നത്. ഒരു ക്യാമ്പെങ്കിലും അറ്റൻഡ് ചെയ്യണം, ഒരു ടൂറെങ്കിലും അറ്റൻഡ് ചെയ്യണം. കാരണം നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് ആ കുട്ടി എങ്ങനെ അത് അഡാപ്റ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് ഓരോ യാത്രികൻ്റെയും അവസ്ഥ. अपने से बाहर यायावर के संबंधों के विस्तार की कोई सीमा नहीं रहती. अपने से बाहർ, തൻ്റെ കംഫർട്ട് സോൺ വിട്ടിട്ട് യായാവറിന് പിന്നെ ഒരുപാട് റിലേഷൻഷിപ്സ്, പല സ്ഥലത്ത് യാത്ര ചെയ്യും, ആ ഗ്രാമത്തിലെ ആൾക്കാരുമായിട്ട് പരിചയമാവും, സംസാരിക്കും, അവരുടെ ഭാഷ, അവരുടെ ഭക്ഷണ രീതി, അതെല്ലാം പരിചയപ്പെടും. ഉസേ പൂരി ധർത്തി അപ്നാ ഛോട്ടാ സാ ഘർ ലഗ്താ ഹെ. ഈ വീട് തന്നെ, ഈ ബ്രഹ്മാണ്ടം തന്നെ ഒരു ചെറിയ വീട് പോലെയാണ് അവർക്ക് തോന്നുന്നത്. यायावर कभी यह तय करके नहीं निकलता कि उसे कितना रास्ता तय करना है, कहाँ रहना है, कितना दिन रुकना है आदि. ഒരിക്കലും ഇത് പ്ലാൻ ചെയ്ത് യായാവർ അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ യായാവർക്ക് ഈ മനസ്ഥിതിയാണ് പറയുന്നത്, യായാവറിൻ്റെ മാനസികാവസ്ഥയാണ് പറയുന്നത്. എന്താണ് യായാവറിൻ്റെ മാനസികാവസ്ഥ? വഹ കഭി യഹ തയ കർക്കെ നഹി നിക്കൽത്ത. ഒരിക്കലും പ്ലാൻ ചെയ്തിട്ട് ഡിസൈഡ് ചെയ്തിട്ട് ഉസെ കിത്തന രാസ്ത തയ കർണ ഹെ, ഒരു ദിവസം എത്ര ട്രാവൽ ചെയ്യണം, എവിടെ സ്റ്റേ ചെയ്യണം, കിത്തന ദിൻ റുക്ന ഹെ, എവിടെ നിൽക്കണം, എത്ര ദിവസം നിൽക്കണം, ഇതൊന്നും യായാവർ പ്ലാൻ ചെയ്തില്ല. വഹ ഹമേഷ പഥ് പർ വിശ്വാസ് കർക്കെ ചൽത്താ ഹെ. പോകുന്ന വഴിയെ വിശ്വസിച്ചിട്ടാണ് യായാവർ പോകുന്നത്. ഓർ പഥ് കെ സാത്ത് മൈത്രി സ്ഥാപിത് കർക്കെ ചൽത്താ ഹെ. പോകുന്ന വഴികളിനോടൊരു സൗഹൃദവും സ്ഥാപിക്കും.
യാത്ര ഖത്തം करने के बाद യായാവർ ഫിർ ദർശക് ഹോ ജാता है. ട്രാവൽ കഴിയുമ്പം അവൻ വെറും ഒരു കാഴ്ചക്കാരനായിട്ട് മാറും. जो गुजर चुका है वो उसके लिए मात्र दृश्य बनकर रह जाता है. കഴിഞ്ഞുപോയ കാര്യങ്ങൾ, കഴിഞ്ഞുപോയ യാത്രകൾ, കഴിഞ്ഞുപോയ അനുഭവങ്ങൾ, യാത്രയിൽ അനുഭവിച്ച തടസ്സങ്ങൾ അതെല്ലാം വെറും ഒരു അനുഭവം മാത്രം, ഒരു ദൃശ്യം മാത്രമായിട്ട് ഇരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയുള്ള 2 സെൻറ്റൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകാം. यात्रा का रोमांस के लेखक ने अपनी यात्राओं का रोमांचकारी अनुभव व्यक्त किया है. वे कहते हैं कि जिस रास्ते से वे एक बार गुजर जाएं, उस रास्ते से दोबारा गुजरने का मन नहीं होता. उन्हें हर नया रास्ता अच्छा लगता है. हर नई जगह उन्हें नया अनुभव प्रदान करती है. गति का हर क्षण उन्हें रोमांचित करता है. अपनी पिछली यात्राओं के 2-1 चित्र वे हमारे सामने भी अभिव्यक्त करते हैं. कृष्ण सागर झील और कोल्हाई ग्लेशियर का रोमांचकारी अनुभव वे व्यक्त करते हैं. इन यात्राओं में उन्हें कई कठिनाइयों का सामना ज़रूर करना पड़ा, लेकिन वे कहते हैं कि जो गुजर चुका है वह यायावर के लिए दृश्य मात्र है. वे अनुभव उनके लिए रोमांचक घटना मात्र रह जाता है. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. मोहन राकेश जी का यात्रा वृत्तांत यात्रा का रोमांस में उन्होंने अपनी रोमांचकारी यात्रा के बीच हुई कई कठिनाइयों का वर्णन किया है. खास करके जब वे कोल्हाई ग्लेशियर की यात्रा पर गए थे, रास्ता बीहड़ और ऊबड़ खाबड़ था. पहाड़ की चोटी पर चढ़ना काफ़ी मुश्किल था. जगह जगह पांव फिसल जाते थे. मन में आशंका थी कि लौटते वक्त रास्ता भटक जाएंगे या नहीं. अंधेरा हो चला था और पता चला कि जिस रास्ते से आए थे उस पर अब इतनी फिसलन हो गई है कि एक कदम भी रखना मुश्किल हो गया था. यह भी डर था कि पांव ज़रा भी इधर उधर हो जाए तो नीचे सीधे खाई पर गिर जाएं. प्राण हाथों में रखकर जैसे तैसे नीचे पहुँचते हैं. कई चट्टानों के नीचे बर्फ़ की गुफाएं थी और गुफा के पास से निकलते हुए अगर पाँव कहीं फिसल गया तो उसका अर्थ हुआ हमेशा के लिए उस गुफा के अंदर खो जाना. इस प्रकार लेखक अपनी यात्रा के बीच हुई कठिनाइयों का वर्णन अपने यात्रा वृत्तांत में करते हैं. ചുരുക്കം പറഞ്ഞാൽ 2 സ്ഥലത്താണ് ഇദ്ദേഹം പ്രത്യേകിച്ച് പോയ കാര്യം ഇവിടെ പറയുന്നത്. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. കൃഷ്ണസാഗർ ഝീലിലെ അനുഭവം പറയുന്നു, അതിൻ്റെ മനോഹരമായ കാഴ്ചയും ഭംഗിയും പറയുന്നു. പിന്നെ ഈ കോൽഹായി ഗ്ലേഷ്യറിൻ്റെ അനുഭവം. ആകെ മൊത്തം അദ്ദേഹം വാണ്ടർലസ്റ്റ് ഉള്ള ഒരു വ്യക്തിയുടെ സ്വഭാവ വിശേഷതകളെ പറ്റിയാണ് പറയുന്നത്. ഒരു വഴി പോയി കഴിഞ്ഞാൽ പിന്നെയും ആ വഴി പോകാൻ താല്പര്യമില്ല. കണ്ട കാഴ്ചകൾ പിന്നെയും കാണാനല്ല താല്പര്യം. അതുപോലെ തൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ ഒരു വ്യക്തി പുതിയ അനുഭവങ്ങൾ പഠിക്കുകയുള്ളൂ. ജീവിതത്തിനെ ഒരു പുതിയ ആംഗിളിൽ ലെറ്റ് വാട്ട് എവർ മേ ഹാപ്പൺ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, എന്ത് വന്നാലും സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, അത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ നേടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ടെൻഷൻ നിറഞ്ഞ ജീവിതത്തിൽ ഡെയിലി പോന്നു വരുന്നു, ഒരു റുട്ടീൻ പോലെ ഒരു ടൈം ടേബിൾ അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ഒരിക്കലും ഒരു യായാവറിൻ്റെ ഒരു മാനസികാവസ്ഥ അല്ല. യായാവർ എപ്പോഴും വഴിയെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. അല്ലാതെ എൻ്റെ വഴിയിൽ തടസ്സം വരും, അയ്യോ ഞാൻ പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് എങ്ങനെ പോകും, അങ്ങനെയൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ഇപ്പോൾ സോളോ യാത്ര ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. പുരുഷന്മാരുണ്ട്, സ്ത്രീകളുമുണ്ട്. ജീപ്പിൽ കഠിനമായ യാത്ര ചെയ്യുന്നവരുണ്ട്, കപ്പലിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. അങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു റൊമാൻസ് തന്നെയാണ്. അതാണ് യാത്രാക്ക റൊമാൻസ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. 2-3 പ്രാവശ്യം കേട്ടാൽ മതി കേട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 2-3 പ്രാവശ്യം നിർത്തി കേൾക്കുക. പിന്നീട് നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിൻ്റെ ചാപ്റ്റർ വായിച്ച് ഒരുപാട് സമയം ലാസ്റ്റ് മിനിറ്റിൽ കളയേണ്ട കാര്യമില്ല. തുടക്കത്തിൽ വായിച്ചവർ നന്നായി, തുടക്കത്തിൽ വായിച്ചവർ നന്ന് തന്നെ, അത് നല്ലതാണ്. പക്ഷേ ഇനിയും ഈ എക്സാമിനേഷൻ്റെ അടുത്ത് വന്ന് ഈ ചാപ്റ്റർ എല്ലാം കൂടെ ഓടിച്ച് വായിച്ചാൽ ഈ ചാപ്റ്റർ അല്പം ബോറിംഗ് ആണ്. സോ യു ജസ്റ്റ് ലിസൺ ടു ദിസ് വീഡിയോ. 2-3 പ്രാവശ്യം കേൾക്കുക. പിന്നെ എപ്പോഴും മലയാളം തന്നെ കേട്ടുകൊണ്ടിരിക്കാതെ ഹിന്ദി പറയുന്നത് കേൾക്കുക. പല കുട്ടികളും കമൻറ്റിലിടുന്ന മലയാളം പറയൂ. മലയാളം പറഞ്ഞാൽ നിങ്ങൾ മലയാളമേ എഴുതത്തുള്ളൂ. ഹിന്ദി എങ്ങനെ പഠിക്കും? ഹിന്ദി നിങ്ങളുടെ എക്സാം പേപ്പറിൽ നിങ്ങൾ മലയാളം എഴുതാൻ ഒക്കത്തില്ല.
സോ ശാന്തമായിട്ട് 2-3 പ്രാവശ്യം നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടക്കാൻ പോകുമ്പോഴും ഒക്കെ ഇത് കേൾക്കാം. നിങ്ങൾ ഒരു ടേബിളിൽ ഇരുന്ന് തന്നെ കേൾക്കണമെന്നില്ല, റിലാക്സ് ചെയ്തും കേൾക്കാം. 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ അതങ്ങ് ഓക്കെ ആവും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.